രാജ്യത്തെ 100 ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി കേരളത്തിൽ നിന്നുള്ള 8 നഗരങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ കേരളം തിളക്കമേറിയ നേട്ടം കൈവരിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 1000-നുള്ളിൽ പോലും ഒരു നഗരസഭയും ഇടം പിടിക്കാതിരുന്നിടത്ത് നിന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി സംസ്ഥാനം ചരിത്രം കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ 93 നഗരസഭകളിൽ 82 നഗരസഭകളും 1000-നുള്ളിൽ ഇടം നേടി. മട്ടന്നൂർ നഗരസഭ സ്പെഷ്യൽ കാറ്റഗറിയിലെ മിനിസ്റ്റീരിയൽ അവാർഡ് സ്വന്തമാക്കി. ഡൽഹി വിഗ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും മന്ത്രി എം.ബി. രാജേഷും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം നഗരസഭ വാട്ടർ പ്ലസ് പദ്ധതി സ്വന്തമാക്കി. വെള്ളിയിട വിസർജ്യമുക്തവും മാലിന്യജല സംസ്കരണത്തിലെ മികവും കണക്കാക്കിയാണ് പുരസ്കാരം. ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. 13 നഗരങ്ങൾക്ക് ODF, 77 നഗരങ്ങൾക്ക് ODF+, 3 നഗരങ്ങൾക്ക് ODF++ റേറ്റിംഗും ലഭിച്ചു. മാലിന്യമുക്ത നഗരങ്ങൾക്കുള്ള സ്റ്റാർ റേറ്റിംഗ് 3 നഗരങ്ങൾക്കും 1 സ്റ്റാർ റേറ്റിംഗ് 20 നഗരങ്ങൾക്കും സ്വന്തമാക്കി. കൊച്ചി 50, മട്ടന്നൂർ 53, തൃശൂർ 58, കോഴിക്കോട് 70, ആലപ്പുഴ 80, ഗുരുവായൂർ 82, തിരുവനന്തപുരം 89, കൊല്ലം 93 എന്നിങ്ങനെയാണ് കേരളത്തിന്റെ റാങ്ക് നില. കഴിഞ്ഞ വർഷം കൊച്ചിയുടെ റാങ്ക് 3963, മട്ടന്നൂരിലേക്ക് 1854, ഗുരുവായൂരിന്റേത് 2364 ആയിരുന്നു. ഈ നിലയിൽ നിന്നാണ് നഗരങ്ങളുടെ മുന്നേറ്റം. കേരളത്തിലെ നഗരങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ഏറ്റവും ഉയർന്ന റാങ്ക് 1370 ആയിരുന്നു. ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന റാങ്കിംഗ് 1385 ആണ്. സ്റ്റാർ റേറ്റിംഗ് ഇതുവരെ കേരളത്തിലെ ഒരു നഗരസഭയ്ക്കും ലഭിച്ചിരുന്നില്ല. ഇത്തവണ 23 നഗരസഭകൾ സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി. ആലപ്പുഴ, ഷൊർണൂർ, പട്ടാമ്പി എന്നീ 3 നഗരസഭകൾക്ക് 3 സ്റ്റാർ പദവി നേടാനായി. സ്വച്ഛ് സർട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആയ വാട്ടർ പ്ലസ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി. കൊച്ചി, കൽപ്പറ്റ, ഗുരുവായൂർ നഗരസഭകൾക്ക് ODF++ഉം 77 നഗരസഭകൾക്ക് ODF+ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തീവ്രമായി നടപ്പിലാക്കിയ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ കേരളം ഒന്നുചേർന്ന് നടത്തിയ വലിയ മുന്നേറ്റമാണ് ഈ ഓരോ പുരസ്കാരങ്ങളിലൂടെയും അംഗീകരിക്കപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു.